എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മിക്കവരും തമ്മിൽ ഒരു ദിവസം കണ്ട് പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. വെബിനാർ ദിവസം നാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഏതെല്ലാം പഠന മേഖലകളിലൂടെ ടോപ്പിക്കുകളിലൂടെയാണ് നാം കടന്നു പോകേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരണം കാറ്റഗറി 1 വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം നൽകിയിരുന്നു. ഓക്കെ, അപ്പോൾ നാം ഇന്ന് മുതൽ നമ്മുടെ ഔദ്യോഗികമായ മനഃശാസ്ത്ര പഠനം ആരംഭിക്കുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ചില ആശയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. 5-6 ടോപ്പിക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ച് കാണുന്നത്. അതിൽ ചിലത് ഞാൻ മുമ്പ് തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഒന്ന്, ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് തിയറീസ് ഓഫ് ലേണിംഗ്, പഠന സിദ്ധാന്തങ്ങൾ. ഒരു 10 മാർക്കിന് അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് തിയറീസ് ഓഫ് ലേണിംഗ്, പഠന സിദ്ധാന്തങ്ങൾ. മറ്റൊന്ന് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. മറ്റൊന്ന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും. ഇന്റലിജൻസ്, ബുദ്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ആശയ മേഖലകളുണ്ട്. ഇവയിൽ ഈ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ അടിസ്ഥാനപരമായ ധാരണ നാം നേടിയാൽ തന്നെ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് വളരെ വേഗത്തിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ചില ആശയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണ് എന്ന് വിചാരിക്കുന്നു. കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, കാറ്റഗറി 3, 4 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഈ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ചോദ്യ മേഖലകൾ ഏറെക്കുറെ സമാനമാണ്. നാം പഠിച്ചിട്ടുള്ള ആശയങ്ങളെല്ലാം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. എന്നാൽ ചോദ്യങ്ങളുടെ രീതി, നിലവാരം, അവയിലാണ് വ്യത്യാസം സംഭവിക്കുന്നത്. കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, 1-2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യമുണ്ട്. കാറ്റഗറി 3 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിനാൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പദങ്ങൾ, ഒരു ആശയത്തിന്റെ മലയാള പദവും അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദവും പൊതുവിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവയ്ക്ക് രണ്ടിനും പരിഗണന നൽകിയായിരിക്കും ഞാൻ പറയുക. ഓക്കെ, യെസ്. ഓഡിയോ കിട്ടുന്നില്ല? ഒരാൾക്ക് മാത്രമാണോ? ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റ് ഒരു ചെറിയ കാര്യം ചെയ്തോട്ടെ. ഓക്കെ, ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. തിയറീസ് ഓഫ് ലേണിംഗ്, പഠന സിദ്ധാന്തങ്ങൾ. തിയറീസ് ഓഫ് ലേണിംഗ് അഥവാ പഠന സിദ്ധാന്തങ്ങൾ. ഈ വിഭാഗത്തിൽ നമുക്ക് പരിചയമുള്ള ഏതാനും ചില ആശയങ്ങൾ ഒന്ന് പറയാമോ? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പഠന സിദ്ധാന്തം പറയാമോ? ഒരെണ്ണം ഞാൻ പറയാം. കണ്ടീഷനിങ് അഥവാ അനുബന്ധനം, അത് ഒരു പഠന സിദ്ധാന്തമാണ്. ഇനി മറ്റേതെങ്കിലും നിങ്ങൾക്ക് പറയാമോ? ബുദ്ധി ഒരു പഠനത്തെ സംബന്ധിക്കുന്ന സിദ്ധാന്തമാണോ? അല്ല. ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധനം. ഓപ്പറാൻഡ് കണ്ടീഷനിങ്, പ്രക്രിയ അനുബന്ധനം. പിന്നെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? സോഷ്യൽ ലേണിംഗ് തിയറി, സാമൂഹ്യ പഠന സിദ്ധാന്തം. പർപ്പസീവ് ബിഹേവിയറിസം, ഉദ്ദേശാധിഷ്ഠിത ചേഷ്ടാവാദം. റാഷിദ പറഞ്ഞ ഒബ്സർവേഷണൽ ലേണിംഗ്, മോഡലിംഗ്, വിക്കേറിയസ് ലേണിംഗ്.
പിന്നെ സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി. ഇത്തരത്തിൽ ധാരാളമായ പഠന സിദ്ധാന്തങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവയുടെ കാല അനുസാരിയായ ക്രമത്തിൽ, കാലമനുസരിച്ച് കോഓപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഫീൽഡ് തിയറി, ഇങ്ങനെ ധാരാളം ആശയങ്ങളുണ്ട്. നമുക്ക് അവയെ ക്രമമായി ഓരോരുത്തരുടെയും സംഭാവനകൾ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തികളെ പരിചയപ്പെടുകയും അവരുടെ പഠന സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വെയിറ്റിംഗ് റൂമിലേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് എന്റെ വീഡിയോ തടസ്സപ്പെടുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പഠന സിദ്ധാന്തങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഒരാളെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ആൾ, ആദ്യത്തെ ആൾ IP. ആരെയാണ് ഞാൻ IP എന്ന് ഉദ്ദേശിച്ചെന്ന് പറയാമോ? ആരാണ് IP എന്ന് ഞാൻ ഉദ്ദേശിച്ചത്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് 1849 മുതൽ 1936 വരെ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് അറിയാമോ? റഷ്യക്കാരനായിരുന്നു. റഷ്യൻ ഫിസിയോളജിസ്റ്റ്, റഷ്യക്കാരനായിരുന്ന ഒരു ശരീരശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെ പ്രധാനമായും മനഃശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു ശരീര ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നതായിരുന്നു കൂടുതൽ ഉചിതമായത്, ഔചിത്യം ഉള്ളത്. ഇനി മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അദ്ദേഹത്തിന്? മറ്റെന്തെങ്കിലും പ്രത്യേകത അവകാശപ്പെടാനുണ്ടോ? ഉണ്ടോ? റഷ്യയിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം കൊണ്ടുചെന്നത് ഇദ്ദേഹമാണ്. നോബൽ സമ്മാനിതനായ ആദ്യ റഷ്യക്കാരനാണ്. ഫസ്റ്റ് നൊബേൽ laureate ഫ്രം റഷ്യ. റഷ്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയത് ഇദ്ദേഹമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനത്തിനാണെന്ന് അറിയാമോ? ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ചുള്ള, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പുസ്തകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണ്ടീഷൻഡ് റിഫ്ലക്സസ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. ഒരു കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, who wrote the book Conditioned Reflexes? Who penned the book Conditioned Reflexes? ആരാണ്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിന്റെ പുസ്തകമാണ് കണ്ടീഷൻഡ് റിഫ്ലക്സുകൾ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ആശയം ഓർത്തു വയ്ക്കാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം പരീക്ഷണം നടത്തിയത് ഏത് ജീവിയിലായിരുന്നു? അദ്ദേഹം പരീക്ഷണം നടത്തിയത് നായയിലായിരുന്നു, അല്ലെ? നായയിലായിരുന്നു. പാവ്ലോവും നായയും തമ്മിലാണ് ബന്ധം. പാവ്ലോവും ഏത് വിഷയത്തിലാണ് നോബൽ കിട്ടിയത്? ഒന്നുകൂടി, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലല്ല, ശരീരശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ പഠനങ്ങൾ, ഗവേഷണങ്ങൾ എന്ന് ചുരുക്കം. നായയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. പാവ്ലോവും നായയും തമ്മിലുള്ള ബന്ധം ഓർത്തിരിക്കാൻ പ്രയാസമുള്ളവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു സിനിമ ഡയലോഗ് ഓർത്തിരിക്കാം. പവനായി ശവമായി എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. പവനായി ശവമായി കേട്ടിട്ടുള്ളവരായിരിക്കും കൂടുതൽ ആളുകളും. അതിൽ പവനായി എന്ന കീവേഡ് ഉപയോഗിച്ച് പാവ്ലോവിനെയും നായയെയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഓർത്തിരിക്കാം. പാവ്ലോവ്, നായ. ഓക്കെ, ഇനി ഇതുമല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വേണ്ടി പറയുന്നു പട്ടി പാവ്ലോവ് എന്ന് വിചാരിച്ചുകൊള്ളൂ. ഓക്കെ, പാവ്ലോവും പട്ടിയും തമ്മിലാണ് ബന്ധം എന്ന് ഇതിനേക്കാൾ ലളിതമായി നമുക്ക് ഓർത്തിരിക്കാനുള്ള ബന്ധം സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോൾ നായയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഇനി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്തായിരുന്നു നായയിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ചുരുക്കം? എപ്രകാരമുള്ള നായയായിരുന്നു? വിശപ്പുള്ള നായയ്ക്ക്, ഹാംഗ്രി ഡോഗ്, വിശപ്പുള്ള നായയ്ക്ക് ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീരുളവാകുന്നത് പാവ്ലോവ് നിരീക്ഷിക്കുന്നു. വിശപ്പുള്ള നായ, ഹാംഗ്രി ഡോഗ്, വിശപ്പുള്ള നായ ഭക്ഷണം കാണുമ്പോൾ
ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീർ സാൽവേഷൻ. ഉമിനീറിന് മറ്റൊരു പദം കൂടി ഉപയോഗിക്കാം, ലാലാസ്രവം എന്ന പദവും ഉമിനീരിനെ കുറിക്കുന്നതാണ്. ഓക്കെ, നോബൽ കിട്ടിയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിനാണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വിശപ്പുള്ള നായയ്ക്ക് ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീർ ഉളവാകുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം ഇവിടെ ഭക്ഷണവും ഉമിനീരും തമ്മിലുള്ള ബന്ധത്തെ ഇപ്രകാരം ചിത്രീകരിക്കുന്നു. ഭക്ഷണം കാണുന്നു, അപ്പോൾ ഉമിനീർ ഉളവാകുന്നു. ഭക്ഷണം കാണുമ്പോൾ അപ്പോൾ ഉമിനീർ ഉളവാകുന്നു. ഭക്ഷണത്തെ അദ്ദേഹം വിളിച്ചു ചോദകം അഥവാ സ്റ്റിമുലസ്. ചോദകം അഥവാ സ്റ്റിമുലസ് എന്ന് അദ്ദേഹം വിളിച്ചു. ഉമിനീറിന് മറ്റൊരു പദം എന്താണെന്ന് സാർ പറയുന്നു. എന്താണ് സാർ പറയുന്നത്? ലാലാസ്രവം. ലാലാസ്രവം എന്ന് പറഞ്ഞാൽ ഉമിനീർ നിന്ന് തന്നെ അർത്ഥം. അപ്പോൾ വിശപ്പുള്ള നായയ്ക്ക് ഭക്ഷണം കാണുമ്പോൾ ഉമിനീർ ഉളവാക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഭക്ഷണത്തെ അദ്ദേഹം ചോദകം അഥവാ സ്റ്റിമുലസ് എന്ന് വിളിച്ചു. The food is called as stimulus and the salivation is called as response. പ്രതികരണം എന്നും വിളിച്ചു. അപ്പോൾ ഭക്ഷണത്തെ ചോദകം സ്റ്റിമുലസ് എന്ന് വിളിച്ചു, ഉമിനീരിനെ റെസ്പോൺസ് പ്രതികരണം എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചോദകവും പ്രതികരണവും തമ്മിൽ എപ്പോഴൊക്കെ ഭക്ഷണം കാണുന്നുവോ അപ്പോഴെല്ലാം നായയുടെ വായിൽ ഉമിനീർ ഉളവാകുന്നതായി അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം സ്ക്രീൻ ഫുൾ ഞാൻ മുകളിൽ എഴുതിക്കോളാം. അപ്പോൾ അദ്ദേഹം ഇവ തമ്മിലുള്ള ബന്ധത്തെ SR അസോസിയേഷൻ എന്ന് വിളിച്ചു. SR അസോസിയേഷൻ അഥവാ ചോദക പ്രതികരണ ബന്ധം എന്ന് വിളിച്ചു. SR അസോസിയേഷൻ അഥവാ ചോദക പ്രതികരണ ബന്ധം. ഞാൻ പറയുന്നത് കൂടിയുണ്ട്, സ്ക്രീനിന്റെ വലതുവശത്ത് വശത്തേക്ക് പോകുമ്പോൾ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി പറയുന്നത് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഭക്ഷണം, ഉമിനീർ ഇവ തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം SR അസോസിയേഷൻ അഥവാ ചോദക പ്രതികരണ ബന്ധം എന്ന് വിളിച്ചു. ഇത്രയും കിട്ടിയോ? അപ്പോൾ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് റഷ്യക്കാരനായിരുന്നു. റഷ്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. കണ്ടീഷൻഡ് റിഫ്ലക്സുകൾ എന്ന ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റെതാണ്. നായയിലായിരുന്നു അദ്ദേഹം പരീക്ഷണം നടത്തിയിരുന്നത്. വിശപ്പുള്ള നായയ്ക്ക് ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീർ ഉളവാകുന്നത് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഭക്ഷണവും ഉമിനീരും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം ഇപ്രകാരം ചിത്രീകരിച്ചു. ഭക്ഷണത്തെ ചോദകം സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നു, ഉമിനീരിനെ റെസ്പോൺസ് പ്രതികരണം എന്ന് വിളിക്കുന്നു. ഇവ തമ്മിലുള്ള ബന്ധത്തെ ചോദക പ്രതികരണ ബന്ധം എന്ന് അദ്ദേഹം വിളിച്ചു. ഇത്രയും കിട്ടിയോ? ഇത്രയും കുറിച്ചോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അപ്പോൾ ഭക്ഷണവും